NDAയുടെ തിരൂരിലെ സ്ഥാനാർത്ഥി ശ്രീ KT നാരായണൻ മാഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. പക്ഷേ നമുക്കറിയാം, മലപ്പുറത്ത് ചില മണ്ഡലങ്ങളിലൊക്കെ BJP യുടെ ശക്തി തെളിയിച്ചതാണ്. താനൂരിലും അതുപോലെ തന്നെ വള്ളിക്കുന്നിലൊക്കെ ആ ഒരു സാഹചര്യമുണ്ട്. തിരൂരിലെ അവസ്ഥ എങ്ങനെയാണ് ഇത്തവണത്തെ? ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തുടക്കം കുറിച്ച സ്ഥലം തിരൂരാണ്. തിരൂരിൽ വളരെ ശക്തമായ രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള KK രാഷ്ട്രം വക്കീലിനെ പോലെയുള്ള സമുന്നതായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. തിരൂർ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ മൊത്തം മലയാളികൾ ലോകത്തിലെവിടെയുണ്ടെങ്കിലും അവരുടെയൊക്കെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന തുഞ്ചത്ത് ആചാര്യൻ്റെ ആസ്ഥാനം തിരൂരാണ്. നിരവധി വർഷങ്ങളായി തുഞ്ചൻ ട്രസ്റ്റൊക്കെ ചില ആളുകളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവിടെ സ്വാർത്ഥമായ ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുഞ്ചൻ സ്മാരകം, അദ്ദേഹത്തിൻ്റെ പ്രതിമ തുഞ്ചൻ പറമ്പിനൊരു സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്താൻ ഇവിടെ തുഞ്ചൻ പറമ്പ് സ്മാരക ട്രസ്റ്റ് എന്ന് പറയുന്നവർ ഒരു പിടി ആളുകളുടെ കൈകളിൽ ചില അസുരവിത്തുകൾ എന്നൊക്കെ പരാമർശിക്കപ്പെടാവുന്ന രീതിയിൽ അങ്ങനെ കൈവച്ചിരിക്കുക. ഇതിൽ നിന്ന് മോചിപ്പിച്ച് കേരളത്തിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മുഴുവൻ മലയാളികളെയും ആകർഷിക്കുന്ന വളരെ സാധ്യതകളുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതേപോലെ കുടിവെള്ളമില്ല, ഭാരതപ്പുഴ ഒഴുകുന്ന സ്ഥലം, കുടിവെള്ളമില്ലാത്ത നിരവധി പഞ്ചായത്തുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഒരു പഞ്ചായത്തിലും ശാസ്ത്രീയമായ ഒരു പൊതു ശ്മശാനമില്ല, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. സ്ഥലമില്ലാത്ത സ്ഥലമുണ്ട്, ഉള്ള സ്ഥലം അവജ്ഞ, കറണ്ടില്ല, വൈദ്യുതി ഇല്ല, ആധുനിക ഉപകരണങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് പരമ്പരാഗതമായി ഒരേ പാർട്ടി ജയിച്ച് കരയേറുന്ന അല്ലെങ്കിൽ മുന്നണി സമവാക്യത്തിലൂടെ മുന്നോട്ട് ജയിച്ചു വരുന്ന ഈ നിയോജക മണ്ഡലത്തിലെ അവഗണിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയായിരുന്നു വി എത്രയും. കഴിഞ്ഞ തവണ അദ്ദേഹം താനൂരിലാണ്, അതിന് മുന്നേ താനൂരിലാണ്. താനൂരിലെ പരാജയം ഭയന്നുകൊണ്ട് ജയിച്ച സ്ഥലത്ത് വീണ്ടും പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന പരാജയം ഭയന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. താനൂരിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിച്ച ആളാണ് ഞാൻ. താനൂരിൽ അന്ന് ഉയർത്തിയ എല്ലാ ജനകീയ വിഷയങ്ങളും അതുപോലെ നിൽക്കുകയാണ്. അവിടെ ദാരുണമായ ഒട്ടേറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ബോട്ടപകടമുണ്ടായി. അതിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ അനധികൃതമായി അതിനുള്ള അനുമതി കൊടുക്കുകയും ഒക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തിരൂരിന് ഒരു സ്പെഷ്യൽ പാക്കേജ് കൊടുത്ത് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? നിലവിലെ MLAക്കും പറ്റിയില്ല, നിലവിലെ മന്ത്രിക്കും പറ്റിയില്ല. LDFും UDFും മാറി മാറി ഭരിച്ചതുകൊണ്ട് ഈ ജില്ലയിൽ പരമ്പരാഗതമായ ചില വോട്ടുകൾ ലഭിക്കുമെന്നതുകൊണ്ട് വികസനം കൊണ്ടുവരുന്നില്ല. NDA ഉന്നയിക്കുന്നത് വികസനമാണ്. വികസനത്തിൻ്റെ രാഷ്ട്രീയം വേണം. ഇനി മറ്റ് സമവാക്യങ്ങളൊന്നും വിജയിക്കുകയില്ല. ഈ വികസനം മുന്നോട്ട് വെച്ചുള്ള പ്രചരണം നടത്തുമ്പോഴും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുമോ നിങ്ങൾ പറയുന്നത്? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ഒരു പ്രതിമ എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ചില പരാമർശങ്ങളുണ്ട്, പ്രതിമകൾ വാഴാത്ത ജില്ലയാണെന്ന്. പക്ഷേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫേസ്ബുക്കുകളിലൂടെയും മറ്റുമൊക്കെ ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ ധാരാളം യുവാക്കൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളും പ്രതിമ ഉണ്ടാക്കുന്നതിന് അനുകൂലമാണ്. UDFിൻ്റെയും LDFിൻ്റെയും രാഷ്ട്രീയ നേതൃത്വമാണ് ചില ലോലവികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിമ നിഷിദ്ധമാണ്, അത് ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു മനോഭാവം ജനങ്ങളിൽ കുത്തിവെക്കുന്നതിൻ്റെ കുറ്റവാളികൾ ഇവരാണ്. ഒരു പ്രതിമ മാത്രമല്ല, പ്രതിമയോടിപ്പോൾ നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അത് വന്നതിന് ശേഷം പ്രതിവർഷം 50 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് അവിടെ വരുന്നത്. ഒരു 100 കോടിയിലധികം വരുമാനമാണ് കിട്ടുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തികമായ അപജയം പരിഹരിക്കാനും റവന്യൂ ജനറേഷനും പറ്റിയ ബൃഹത്തായ ഒരു സാംസ്കാരിക സമുച്ചയം, ഭാഷാപ്രേമികൾക്ക് ഗവേഷണം, റിസർച്ച് നടത്തുന്നതോടൊപ്പം തന്നെ നാടൻ കലകളുടെ, അന്യം നിന്ന കലകളുടെ ഗവേഷണം, അതിൻ്റെ പരിപോഷണം, അങ്ങനെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം തുടങ്ങി ഒട്ടേറെ സാധ്യതകളുണ്ട്. അത് നഗരസഭയ്ക്കും
മലപ്പുറം ജില്ലയ്ക്കും കേരളത്തിനും അനുഗുണമാകുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ക്യാൻവാസാണ്. കേവലം ഒരു പ്രതിമയല്ല, പ്രതിമയോടൊപ്പം ഒരുപാട് സാധ്യതകളുള്ള, ഇവിടെ മാളുകൾ മാത്രം ഉണ്ടാക്കിയിട്ടുകൊണ്ട് കാര്യമില്ല. മാളുകളിൽ തിരൂരിലെ ജനത മാത്രം വന്നാൽ പോരാ. ഈ മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ടാക്സി ഡ്രൈവേഴ്സിനും മൊത്തപ്പെട്ട ആളുകൾക്കും വരുമാനം ലഭിക്കണമെങ്കിൽ ലോകത്ത് മുഴുവനുള്ള മലയാളികളും കേരളീയരും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികളും വർഷത്തിലൊരിക്കൽ ശബരിമലയ്ക്ക് വരുന്ന പോലെയെങ്കിലും ഇവിടെ വന്നാലേ ഈ നഗരം വിജയിക്കൂ, വികസിക്കൂ. കേരളത്തിന് വലിയ സാധ്യതയാണ് ഇവിടെ. എന്താണ് തിരൂരിൽ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും വലിയൊരു വോട്ട് ശതമാനമാണോ അവിടെ? ഞാൻ പ്രതീക്ഷിക്കുന്നത് പരമ്പരാഗതമായ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ മോദിയുടെ വികസനം കണ്ടുകൊണ്ട് കേരളത്തിലും ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യം യുവതലമുറകളെയും ഈ ലോകം കണ്ടിട്ടുള്ള പുതിയ ജനറേഷനും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഈ അടിമത്ത രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് വികസന രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നും, അങ്ങനെയാണെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിൽ 2 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർ നമുക്കറിയാം, നമ്മുടെ IT മേഖലയിലെ വിദഗ്ധരായ ചെറുപ്പക്കാരൊക്കെ ബാംഗ്ലൂരും മറ്റും പോയി ജോലി തേടുകയാണ്. തിരൂരിലേക്ക് IT സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും 10,000-കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാനും പറ്റിയ സാഹചര്യങ്ങളുണ്ട്. ചെയ്യുന്നില്ല ഇവർ. അതുകൊണ്ട് വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ജനതയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അതിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് NDAക്ക് ആ ന്യൂ ജനറേഷൻ്റെ പരമ്പരാഗതമായ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ആളുകളുടെയും വോട്ട് എന്നെ വിജയിപ്പിക്കുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. എന്നാണെങ്കിലും ഉറച്ച പ്രതീക്ഷയോടെയാണ് BJPയുടെ പ്രചരണം. പല വിവാദ വിഷയങ്ങൾ, അല്ലെങ്കിൽ വിവാദമെന്ന് മറ്റുള്ള വിശേഷിപ്പിക്കുന്ന പല വിഷയങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചരണം തിരൂരിൽ പുരോഗമിക്കുന്നത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.